മുട്ടിൽ മരമുറി കേസ് അടുത്ത മാസത്തേക്ക് മാറ്റി. ഏപ്രിൽ 25-ലേക്കാണ് കേസ് മാറ്റിയത്. കേസിലെ പ്രതികളായ 8 പേരോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും പ്രധാന പ്രതികളായ അഗസ്റ്റിൻ സഹോദരങ്ങളടക്കം 7 പേർ കോടതിയിൽ ഹാജരാകാത്തതിനെ തുടർന്നാണ് കേസ് മാറ്റിയത്. സർക്കാരിനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ഹാജരായി. ഏറെ വിവാദമായ മുട്ടിൽ മരമുറി കേസാണ് അടുത്ത മാസത്തേക്ക് മാറ്റിയത്. ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസ് ഇന്ന് പരിഗണനയ്ക്കെടുത്തപ്പോൾ മുഖ്യപ്രതികളടക്കം 7 പേർ ഹാജരാകാത്തതിനെ തുടർന്നാണ് കേസ് ഏപ്രിൽ 25-ലേക്ക് മാറ്റിയത്. പോലീസ് കുറ്റപത്രം നൽകിയ 3 കേസുകളാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. ഈ കേസിലെ 12 പ്രതികളിൽ 8 പേരോട് ഹാജരാകാനും കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കേസിലെ പ്രധാന പ്രതികളായ റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ, ഇവരുടെ ഡ്രൈവർ വിനീഷ്, മുട്ടിൽ സൗത്ത് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായിരുന്ന സിന്ധു, മരമുറിക്ക് ഇടനില നിന്നവരും വാങ്ങിയവരുമായ ചാക്കോ, സുരേഷ് എന്നിവരും ഹാജരായില്ല. കേസിലെ 7ാം പ്രതി മുട്ടിൽ സൗത്ത് വില്ലേജ് ഓഫീസറായിരുന്ന KK അജി മാത്രമാണ് ഹാജരായത്. ഇതോടെയാണ് കേസ് അടുത്ത മാസത്തേക്ക് മാറ്റിയത്. സാധാരണഗതിയിൽ ഒരു 2 അവധി 3 അവധിയൊക്കെ കൊടുക്കും. അത് ഇന്ന് 3 കേസുകൾ മാത്രമേ ഉള്ളൂ. ഇനിയും കിടക്കുന്ന 45 കേസുകൾ ഇതുപോലെ വരാം. 48 കേസുകളുണ്ടെന്നാണ് ഇപ്പോൾ ഉള്ളത്. 48 കേസുകൾ ഈ കോടതിയിൽ എന്ന് പറയുന്നത് ശരിക്കും വളരെ ടൈറ്റ് ആയിരിക്കും കോടതി. കാരണം കോടതിയിൽ ബാക്കി അല്ലെ തന്നെ ഇത് വളരെ ഹെവി കോർട്ടാണ്. ഏകദേശം ഇവിടൊക്കെ തന്നെ എല്ലാവരും പിന്നെ ഇതിനകത്ത് കുറെ നിയമപ്രശ്നങ്ങൾ വരും. ഇതിപ്പം ഈ പൊതുമുതൽ നശിപ്പിച്ചതിനും വിശ്വാസവഞ്ചന, പിന്നെ തെളിവ് നശിപ്പിക്കൽ, അങ്ങനെയൊക്കെയുള്ള ചാർജുകളാണ് ഇതിലുള്ളത്. കോൺസ്പിറസി അതൊക്കെയാണ് ഉള്ളത്. ഇതിനകത്ത് OR കേസ് മരമുറിച്ചയിൽ തുടങ്ങിയാണല്ലോ. അപ്പം OR കേസുകളിൽ, അതായത് വനം വകുപ്പ് ചാർജ് ചെയ്ത രജിസ്റ്റർ ചെയ്ത കേസുകളിൽ കുറ്റപത്രം ഇതുവരെയും കൊടുത്തതായിട്ട് എനിക്കറിവില്ല. അത് കൊടുക്കണം. അതുകൊണ്ടെങ്കിലും വനം വകുപ്പിന്റെ കേസ് കോടതിയിൽ കുറ്റപത്രം കൊടുക്കണം. അത് ബേസ്ഡ് ആണ് ഈ കേസും പോകുന്നത്. കൊടുക്കണമെന്നാണ് എന്റെ നിലപാട്. ഞാൻ അത് അന്നും പറഞ്ഞിരുന്നു. കേസിൽ സർക്കാരിനായി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറും ഗവൺമെന്റ് പ്ലീഡറുമായിരുന്ന അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ആണ് കോടതിയിൽ ഹാജരായത്. ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് മുട്ടിൽ മരമുറി കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചത്. പൊതുമുതൽ നശിപ്പിച്ചതിന് PDPP ആക്ട് 3 പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. 45 കേസുകളാണ് പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുട്ടിൽ മരമുറി അന്വേഷിക്കുന്ന DYSP VV ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ അന്വേഷണ സംഘം മീനങ്ങാടി പോലീസിൽ രജിസ്റ്റർ ചെയ്ത 281/21 കേസിൽ 4 കുറ്റപത്രമാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ ആദ്യ കുറ്റപത്രത്തിലാണ് കേസ് വിചാരണ ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം കേസിൽ വനം വകുപ്പ് ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ബത്തേരി.